ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മഹുല്ല അവരുടെ സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 15. അടുത്ത ഭാഗം അസ്വലാത്തു ഫിസ്സഫീനത്തി, കപ്പലിലെ നമസ്കാരം. ആദ്യം കിതാബിലെ ഭാഗം വസുഇല സല്ലല്ലാഹു അലൈഹി വസല്ലം അനി സ്വലാത്തി ഫിസ്സഫീന, കപ്പലിൽ നിസ്കരിക്കുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, സ്വല്ലി ഫിഹ ഖായിമൻ ഇല്ലാ അൻ തഖാഫ അൽ ഗറഖ. സ്വല്ലി ഫിഹ, കപ്പലിൽ വെച്ച് നീ നമസ്കരിക്കൂ, ഖായിമൻ, നിന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കുക. ഇല്ലാ അൻ തഖാഫ അൽ ഗറഖ, നീ ഗറഖ് മുങ്ങി മരിക്കലിനെ ഭയപ്പെടുന്നെങ്കിൽ ഒഴികെ. എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്ന് നിസ്കരിച്ചാൽ മുങ്ങിപ്പോകോ എന്ന് ഭയമുണ്ടെങ്കിൽ നിന്ന് നിസ്കരിക്കേണ്ട, അല്ലെങ്കിൽ നിന്ന് തന്നെ നിസ്കരിക്കേണ്ടി എന്നർത്ഥം. ഇനി ഇതിൻ്റെ ഷറഹിൽ അൽബാനി തന്നെ പറയാണ്, ഖാല ഷൗക്കാനി റഹ്മഹുല്ലാ പറയുന്നു, ഫീഹി അന്നൽ വാജിബ അലാ മൻ യുസല്ലി ഫി സഫീനത്തി അൽ ഖിയാം, കപ്പലിൽ നിസ്കരിക്കുന്ന ആൾ നിന്ന് നിസ്കരിക്കാൻ നിർബന്ധമാണ്. വല യജൂസുൽ ഖുഊദു ഇല്ലാ ഇൻദ ഖശ്യത്തിൽ ഗറഖി, ഗറഖ് മുങ്ങി മരിക്കൽ ഭയപ്പെടുന്നില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കൽ അനുവദനീയം അല്ല. വയുഅയ്യിദു ദാലിക അൽ അഹാദീസുൽ മുത്തഖദ്ദിമത്തു അദ്ദാലത്തു അലാ വുജൂബിൽ ഖിയാമി ഫി മുത്ലഖി സ്വലാത്തിൽ ഫരീള, മുമ്പ് പറഞ്ഞ ഹദീസുകൾ അതിന് തെളിവാണ്. ഫലാ യുസാറു ഇലാ ജവാസിൽ ഖുഊദി ഫി സഫീനത്തി വലാ ഗൈരിഹാ ഇല്ലാ ബിദലീലിൻ ഖാസിൻ, അപ്പോൾ പ്രത്യേക തെളിവില്ലാതെ കപ്പലിലോ മറ്റിടങ്ങളിലോ ഇരുന്ന് നിസ്കരിക്കൽ അത് പറ്റില്ല എന്നുള്ളതാണ്. വഖദ്ദംന മാ യദുല്ലു അല തർഖീസ് ഫി സ്വലാത്തിൽ ഫരീളത്തി അല റാഹിലത്തി ഇൻദൽ ഉദ്രി, ന്യായമായ കാരണമുണ്ടെങ്കിൽ വാഹനപ്പുറത്ത് ഫർള് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാമെന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് ന്യായമായ കാരണം ഉണ്ടാണ്. റുഖസു ലാ യുഖാസു അലിഹ, എന്നാൽ ഇളവുകൾ അതിനെ ഖിയാസാക്കാൻ പറ്റില്ല. വലൈസ റാക്കിബു സഫീനത്തി കറാക്കിബി ദാബത്തി, വാഹനപ്പുറത്ത് മൃഗത്തിൻ്റെ പുറത്ത് കയറുന്ന യാത്ര ചെയ്യുന്ന ആളെ പോലെയല്ല കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾ. ഈ തമക്കുനിഹിമനിൽ ഇസ്തിഖ്ബാൽ, കാരണം കപ്പലിൽ യാത്ര ചെയ്യുമ്പം ഇസ്തിഖ്ബാൽ ഖിബലക്ക് മുന്നിൽ സൗകര്യപ്പെടും. വയഖാസു അലാ മഖാഫത്തിൽ ഗറഖി അൽ മദ്കൂറത്തി ഫിൽ ഹദീസി മാ സവാഹ മിനൽ അഅ്ദാർ, അതേപോലെ ഈ ഹദീസിൽ മുങ്ങി മരണം ഭയപ്പെട്ടാൽ എന്ന് പറഞ്ഞല്ലോ, അതുപോലുള്ള ഉദറുകൾക്കും അതിനോട് ഖിയാസാക്കാം. അങ്ങനെയുള്ള ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക കപ്പലിൽ എന്ന്. ഇനി വഖാല അബൂ ദാവൂദ് ഫി മസായിലിഹി, അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മസായിലിൽ പറഞ്ഞു, സമീഅതു അഹ്മദ റഹിമഹുല്ലാ സുഇല അൻ റജുലിൻ സുഇല അൻ റജുലിൻ സ്വല്ലാ ഫി സഫീനത്തി ഖാഇദൻ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഞാൻ കേട്ടിട്ടുണ്ട്, എന്തേ, ഒരാൾ സഫീനത്ത് കപ്പലിൽ ഇരുന്ന് നിസ്കരിക്കുന്നതായിട്ട് അദ്ദേഹത്തോട് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവர்களോട് ചോദിക്കപ്പെട്ടു. കാല, അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞു, ഇൻകാന യഖ്ദിറു അൻ യുസല്ലി ഖായിമൻ ഫഅഹബ്ബു ഇലയ്യ അൻ യുഈദ. അപ്പോൾ അങ്ങനെ കപ്പലിൽ ഇരുന്ന് നിസ്കരിച്ച ആൾ, അയാൾ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളായിരുന്നെങ്കിൽ അയാൾ ആ നിസ്കാരം റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നിസ്കരിക്കുക എന്നുള്ളതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാല അബൂ ദാവൂദ് റഹിമഹുല്ലാ പറഞ്ഞു, സമീഅതു അഹ്മദ സുഇല അനി സ്വലാത്തി ഫി സഫീന, കപ്പലിൽ നിസ്കരിക്കുന്നതിനെക്കുറിച്ച് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവരോട് ചോദിക്കപ്പെട്ടു. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖായിമൻ ഇൻ ഇസ്തത, സാധിക്കുമെങ്കിൽ നിന്ന് നിസ്കരിക്കണം. വനഹു ഫി മസായിൽ അദ്ദേഹത്തിൻ്റെ ഇബ്നു അബ്ദുല്ല ലാക്കിന്നഹു ലം യദ്കുറിൽ യാദ, അതായത് അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ള മസായിലും ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവിടെ മറക്കി നിസ്കരിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ബൈഹഖി ഈ ഹദീസ് ഹസനായി പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇനി ഫായിദ വഹുക്കുമു സ്വലാത്തി ഫി ത്വാഇറത്തി കസ്വലാത്തി ഫി സഫീനത്തി. ഇനി ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറയാണ്, കപ്പലിലെ നിസ്കാരം പോലെ തന്നെയാണ് ഇത് ഫ്ലൈറ്റിലെ നിസ്കാരം, എയറോപ്ലെയിൻ വിമാനത്തിൽ. യുസല്ലിയ ഖായിമൻ ഇൻ ഇസ്തതാഅ വഇല്ല സ്വല്ല ജാലിസൻ ഈമാഅൻ ബിറുകൂഇ വസുജൂദി, അതായത് ഫ്ലൈറ്റിൽ നിസ്കരിക്കുമ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് നിസ്കരിക്കണം, അല്ല കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക. അപ്പോൾ റുകൂഉ സുജൂദ് ഈമാ ആംഗ്യം കാണിക്കുക, കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട്. ഇനി കിതാബിൽ നിന്നുള്ള ഭാഗം അൽ ഇഅ്തിമാദു അലാ ഉമൂദിൻ വനഹ്വിഹി ഫി സ്വലാ, നിസ്കാരത്തിൽ ഉമൂദ് തൂണുമേൽ അവലംബിക്കൽ, ചാരി നിസ്കരിക്കൽ, അല്ലെങ്കിൽ അതുപോലത്തെ വനഹവി അതുപോലത്തെ തൂണ് പോലത്തെ സംഗതികൾ. വലമ്മ അസന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം വക്കബുറ,
ഇത്തഹദ ഉമൂദൻ ഫി മുസല്ലാഹു യഅ്തമിദു അലൈഹി വലമ്മ അസന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രായമായപ്പോൾ ഇത്തഹദ ഉമൂദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തൂണുണ്ടാക്കി ഫി മുസല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സ്ഥാനത്ത് യഅ്തമിദു അലൈഹി അതിന്മേൽ അവലംബിക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ട്. അഖ്റജഹു അബൂ ദാവൂദ് വൽ ഹാക്കിം വ അൻഹു അൽ ബൈഹഖി മിൻ തുരീഖ് ഷൈബാൻ ഇബ്ൻ അബ്ദുറഹ്മാൻ അൻ ഹുസൈൻ ഇബ്ൻ അബ്ദുറഹ്മാൻ അൻ ഹിലാൽ ഇബ്ൻ യസാഫ് എന്നവരിൽ നിന്നുള്ളൊരു നിവേദനം പറയാണ്. കാല അദ്ദേഹം പറഞ്ഞു, ഖദിം തുർ റക്കത്ത, ഞാൻ റക്കത്തിലേക്ക് പോയി. റക്ക എന്ന് പറഞ്ഞാൽ ഷാമിലെ ഒരു സിറിയയിലെ ഒരു പ്രദേശം. ഫഖാലലി ബഅദു അസ്ഹാബി, അപ്പം എൻ്റെ ചില ആളുകൾ എന്നോട് പറഞ്ഞു, ഹൽ ലക ഫി റജുലിൻ മിന സഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ആരെങ്കിലും കാണണമെന്ന് താങ്കൾക്കുണ്ടോ? കാല, ഹദീസ് റിപ്പോർട്ടർ പറയുന്ന കുൽത്തു, ഞാൻ പറഞ്ഞു, ഗനീമത്തുൻ, അത് വലിയ ഭാഗ്യമാണല്ലോ. ഫദഫഅന ഇലാ വാബിസ, അങ്ങനെ ഞങ്ങൾ വാബിസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. കുൽത്തു ലി സാഹിബി, ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, നബ്ദഉ ഫനൻദുറു ഇലാ ദല്ലിഹി ഫഇദാ അലൈഹി ഖലൻസുവത്തുൻ ലാത്തിയത്തുൻ ദാതു ഉദ്നൈഹി ബുർനുസു ഖസ്സിൻ അബർ. അതായത് നമുക്ക് അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ നോക്കാം, ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്താ അവസ്ഥയിലാണ്? അദ്ദേഹം കലൻസുവത്ത് തൊപ്പി ധരിച്ചിട്ടുണ്ട്. ലാത്തിയത്ത് പറഞ്ഞാൽ ഒട്ടിച്ചേർന്ന അവസ്ഥയിൽ. ലാത്തു തുനി അദ്ദേഹത്തിൻ്റെ രണ്ട് ചെവിയിലും ഭാഗത്തും വരെ ഒട്ടി നിൽക്കുന്ന ഒരു തൊപ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ ബുർണൂസ് ഇട്ടിട്ടുണ്ട്. ബുർണൂസ് ഒരു ക്ലോക്ക്, അതായത് ഈ ഓവർകോട്ട് പോലത്തെ സാധനം. അത് ഒരു ബ്രൗൺ കളറാണ്. അക്ബർ പറഞ്ഞാൽ ശരിക്കും പിന്നെ ഉബാർ പൊടിയാണ്. അതായത് ഇവിടെ ബ്രൗൺ കളറിലുള്ളതെന്ന് അർത്ഥം. ഇദാ ഹുവ മുഅ്തമിദുൻ അലാ അസ ഫി സ്വലാത്തിഹി, അദ്ദേഹം നിസ്കാരത്തിൽ അസ വടിയിൽ ഊന്നി നിസ്കരിക്കുന്നു. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ബഅദ അൻ സല്ലംന, ഞങ്ങൾ സലാം പറഞ്ഞ ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, ഈ നിസ്കാരത്തിൽ വടിയിൽ ഊന്നി നിസ്കരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ചോദിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഹദ്ദസത്നി ഉമ്മു ഖൈസിൻ ബിൻത് മിഹ്സൻ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ അസന്ന വ ഹമല ലഹ്മ ഇത്തഖദ അമൂദൻ ഫി മുസല്ലാഹു യഅ്തമിദു അലൈഹി. എന്നോട് ബിന്തു മിഹ്സൻ്റെ പുത്രി ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ അസന്ന, നബിക്ക് കുറേ പ്രായമായപ്പോൾ, വ ഹമല ലഹ്മ, അങ്ങനെ ഹമല ലഹ്മ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം വരാം. ഒന്ന് പിന്നെ ലഹ്മ വഹിച്ചപ്പോൾ, ലഹ്മ പറഞ്ഞാൽ ഇറച്ചിയാണ്, മാംസം വഹിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വീക്കാകുക, ആ അർത്ഥമുണ്ട്. പിന്നെ അതല്ലെങ്കിൽ പിന്നെ തടി കൂടിയിട്ട് അങ്ങനെയും അർത്ഥം വരാം എന്നാണ് കാണുന്നത്. ഇത്തഹദ അമൂദൻ, ഏതായാലും നിൽക്കാനൊക്കെ പ്രയാസമുള്ള ഘട്ടം എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒരു അമൂദ് ഉണ്ടാക്കി. അമൂദ് എന്ന് പറഞ്ഞാൽ ഒരു തൂണുണ്ടാക്കി. ഫി മുസല്ലാഹ്, നബിയുടെ നിസ്കാര സ്ഥാനത്ത് യഅ്തമിദു അലൈഹി, അതിന്മേൽ ചാരി നിസ്കരിക്കാൻ. വഖാലൽ ഹാക്കിം സ്വഹീഹുൻ അലാ ഷർത്തി ഷെയ്ഖൈൻ, ഈ ഹദീസ് സ്വഹീഹാണ്, ഷെയ്ഖനിയുടെ മാനദണ്ഡ പ്രകാരം എന്ന് ഹാക്കിം റഹ്മത്തുള്ളാഹി പറഞ്ഞു. വാഫഖഹു ദഹബി അതിനോട് യോജിച്ചു. ഖാല ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറയുന്നു, അൽ ഹദീസ് യദുല്ലു അലാ ജവാസിൽ ഇഅ്തിമാദി ഫി സ്വലാത്തി അൽ ഉമൂദി വൽ അസ്വാ വ നഹ്യുഹ. നിസ്കാരത്തിൽ തൂണിൽ ചാരി നിസ്കരിക്കാൻ അനുവദനീയമാണ്, തൂണ് വടി പോലത്തതിൽ എന്ന് ഈ ഹദീസ് സൂചിപ്പിക്കുന്നു. പക്ഷേ എപ്പോൾ? ലാക്കിൻ മുഖയ്യദൻ ബിൽ ഉഴുതിൽ മദ്കൂർ, മേൽപ്പറയപ്പെട്ട ഉഴുതിർ ഉള്ളതോടൊപ്പം. അല്ല, വെറുതെ അല്ല, ന്യായമായ കാരണം ഉണ്ടാവണം. ഒരാൾക്ക് നിൽക്കുക അതിന് മാത്രമുള്ള പ്രയാസം ഉണ്ടെങ്കിലാണ്. വഹുവ അൽ കിബറു വ കസറത്തുൽ ലഹ്ം, മാംസം അധികരിച്ചാൽ, തടി ഓവറായിട്ട് നിൽക്കാൻ പ്രയാസം, അല്ലെങ്കിൽ അതിവാർദ്ധക്യം. വ യൽഹഖു ബിഹിമ അള്ളൂഫ് വൽ മറദ്, അതിനോട് ചേരുമെന്ത്? ദുർബലതയും രോഗവും, വനാഹിമ അതുപോലത്തതും. അപ്പോൾ രോഗം എന്ന് പറഞ്ഞാൽ ചെറിയ രോഗം ഉണ്ട് എങ്കിലല്ല, നിൽക്കാൻ പ്രയാസമുള്ള അത്രക്കുള്ള ഒരു വിഷയം ഉണ്ടെങ്കിൽ. വഖത്ത് ദക്കറ ജമാഅത്തു മിനൽ ഉലമായി അന്ന മൻ ഇഹ്താജ ഫി ഖിയാമിഹി ഇലാ അൻ യത്തക്കി അലാ അസ്വാ ഔ കാസിൻ ഔ യസ്നദു ഇലാ ഹായിത്തിൻ ഔ യമീലു അലാ അഹദി ജംബൈഹി മിനൽ അലമി ജാസ ലഹു ദാലിക്. പണ്ഡിതന്മാരിൽ ഒരു സംഘം പറഞ്ഞിരിക്കുന്നു, അന്ന മൻ ഇഹ്താജ ഫി ഖിയാമിഹി, ഒരാൾക്ക് നിൽക്കാൻ ആവശ്യമാണ്, ഇലാ യത്തക്കി അലാ അസ, ഒരു അസ വടിയിൽ ഊന്നൽ, ഔ ഉക്കാസ്, അല്ല ഉക്കാസ് പറഞ്ഞാലും ഒരു ഇതുണ്ട്, ഔ യസ്നിദു ഇലാ ഹായിത്തിൻ, അല്ലെങ്കിൽ ഒരു ചുമരിലേക്ക് ചാരി നിൽക്കണം അയാൾക്ക് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഔ യമീലു അലാ അഹദി ജംബൈഹി,
അല്ലെങ്കിൽ ഒരാളുടെ ഭാഗത്തേക്ക് ചാരി നിൽക്കണം, ഒരാളെ ചാരി നിൽക്കുക, പിന്നെ ഇപ്പം വേദന കാരണം ഒക്കെ ആയിട്ട്. അപ്പോൾ ജാസലഹുദാരിഖ്, അങ്ങനെയാണെങ്കിൽ എന്താണ്, അയാൾക്ക് അത് അനുവദനീയമാണ്. ഒരാൾക്ക് ചാരി നിൽക്കൽ ആവശ്യമാണ് എങ്കിൽ ചാരി നിൽക്കൽ അനുവദനീയമാണ്. ജസമ ജമാഅത്തു മിന സ്വഹാബി ഷാഫി ബില്ലുസൂം, ഷാഫി റഹ്മുല്ല അവരുടെ ആ സ്വഹാബിപ്പെട്ട ഒരു സംഘം അത് നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? വഅദമു ജവാസുൽ ഖുഊദി മഅ ഇംകാനിൽ ഖിയാമി മഅൽ ഇഅ്തിമാദ്, അതായത് ഒരു സംഗതിമ ചാരി നിന്നിട്ടെങ്കിലും നിൽക്കാൻ കഴിയുമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് ഷാഫി മദ്ഹബിൽ ഇമാം ഷാഫി റഹ്മുള്ളയുടെ സ്വഹാബിൽ ഒരു സംഘം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതായത് നിൽക്കാൻ കഴിയുന്ന ആൾ നിന്ന് നിസ്കരിക്കേണ്ടത്. ഇനി ഒരാൾക്ക് എന്തിന്മേലെങ്കിലും ചാരി, ഒരു വടിയിലോ തൂണിലോ ചാരിയിട്ട് നിൽക്കാൻ പറ്റും എങ്കിൽ ആ ചാരിയിട്ട് അയാൾ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം, അല്ലാതെ അയാൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്നാണ് ഷാഫി മദ്ഹബിൽ ഇമാം ഷാഫി റഹ്മുള്ള അവരുടെ സ്വഹാബിൽ ഒരു സംഘം പറഞ്ഞിട്ടുള്ളത്. വമിമ്മൻ നസ്വല ജവാസിൽ എഴുത്തിമാതി ഫിസ്വല, ഇനി നിസ്കാരത്തിൽ ചാരി നിൽക്കൽ അനുവദനീയമായി പറഞ്ഞ നസ്സായി പറഞ്ഞവരിൽപ്പെട്ടവരാണ് അൽ ഇമാം മാലിക്. ഫക്കാൽ, അദ്ദേഹം പറഞ്ഞു ഇൻഷാ എഴുത്തമത വ ഇൻഷാ ലം എഴുത്തമിത്, അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താണ്, അയാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചാരി നിൽക്കുക, ഇല്ലെങ്കിൽ ചാരി നിൽക്കണ്ട. വക്കാല ലായിക്കറുഹൽ എഴുത്തിമാത്, അദ്ദേഹം ചാരി നിൽക്കുന്നത് പിന്നെ വെറുത്തിരുന്നില്ല, ഇഷ്ടപ്പെടാതിരുന്നില്ല. വക്കാല ദാലിക അല ഖദ്രി മയർത്തഫിഖു ബിഹി ഫല്യൻദുർ മാഹു അർഫഖു ബിഹി ഫല്യസ്നഹു, അപ്പോൾ അവന് ഏതാണ് സൗകര്യം അത് ചെയ്യാം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വല്ലാഹിറു അൻഹു യുരീദു ബിദാലിക നാഫില വലൗ ബിദൂനി റൂറ. എന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഉദ്ദേശിച്ചത് ഇവിടെ നഫ്ലിസ്കാരാണ്. നഫ്ലിസ്കാരത്തിൽ ചാരി നിൽക്കാത്തതാണ് സാധ്യം. ചാരി നിൽക്കാതെ തന്നെ പിന്നെ അയാൾക്ക് നിൽക്കാൻ കഴിയും. എന്നിരുന്നാലും നഫിൽ നിസ്കാരമാണെങ്കിൽ എന്തു ചെയ്യുക, ചാരാം, കുറച്ചൊക്കെ ചെറിയ പ്രയാസമാണെങ്കിലും ചാരാം എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ലറൂറത്തൊന്നും ഇല്ലെങ്കിലും വലൗബിദൂനി ലറൂറത്തിന്, വളരെ നിർബന്ധിത സാഹചര്യമൊന്നുമില്ല എങ്കിലും നഫിൽ നിസ്കാരത്തിൽ എന്ത് ചെയ്യുക, ചാരി നിൽക്കുക എന്നതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അവരുടെ വീക്ഷണം. വഖദ് ഖാലൽ ഖാദി ഇയാൽ കമാഫിൽ മജ്മൂ', ഇനി ഖാദി ഇയാൽ മജ്മൂ'ൽ പറഞ്ഞിട്ടുള്ള പോലെ ഖാദി ഇയാൽ പറഞ്ഞിരിക്കുന്നു. മജ്മൂ പിന്നെ ഇമാം നാവി റഹ്മത്തുള്ളാഹിയുടെ മജ്മൂ ആണ്, അതിൽ പറയാണ് ഖാദി ഇയാൽ പറഞ്ഞതായിട്ട്. അമ്മൽ ഇത്തിക്കാവു അലൽ അസ്വ എന്നാണ്, അസീന്നല്ല, ഇവിടെ യാവ് അല്ല, പിന്നെ പുള്ളില്ലാത്തതാണ്. അപ്പോൾ ഒരു വടിയിൽ ചാരി നിൽക്കുക എന്നുള്ളത് ഫജായിസുൻ ഫിൻ നവാഫിൽ ബിത്തിഫാഖിഹിം, പണ്ഡിതന്മാരുടെ ഏകോ അഭിപ്രായ പ്രകാരം നഫ്ലുകളിൽ അനുവദനീയമാണ്. നഫ്ൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇല്ലാ മാ നുഖില അൻ ഇബ്നു സിരീൻ മിൻ കറാഹത്തി, എന്നാൽ ഇബ്നു സിരീൻ കറാഹത്ത് എന്ന് പറഞ്ഞതൊഴികെ. അമ്മാ ഫിൽ ഫറായിദ്, ഫർള് നിസ്കാരങ്ങളിലാകട്ടെ ഫമനഅഹു മാലിക്കുൻ വൽ ജംഹൂർ, ഭൂരിപക്ഷവും അതേപോലെ മാലിക് റഹ്മത്തുള്ളാഹി അവர்களுം അത് തടഞ്ഞിട്ടുണ്ട്. വഖാലു, അവർ പറഞ്ഞു മനി അഅ്തമദ അലാ അസ്വ ഔ ഹായിത്തിൻ വനഹ്വിഹി ബിഹി ഹൈസു യസ്ഖുതു ലൗ സാല ലം തസിഹ സ്വലാത്തുഹു. ഫർള് നിസ്കാരത്തിൽ ഒരാൾ ഒരു വടിയെ അവലംബിച്ചു, അല്ലെങ്കിൽ ഒരു പിന്നെ തൂണ് ചുമരിനെ അവലംബിച്ചു, ആ തൂണിൽ അല്ലെങ്കിൽ ചുമരിൽ ചാരി നിസ്കരിച്ചു, അതുപോലത്തെ ബി ഹൈസു യസ്കുത്തു ലൗ സാല, ഇങ്ങനെ ആ തൂണ് അല്ലെങ്കിൽ ആ വടി നീക്കി അയാൾ വീഴും, അന്നരക്ക് അയാൾ അതിമ ചാരി എങ്കിൽ ലം തസിഹ സ്വലാത്തുഹു, അയാൾ നിസ്കാരം സ്വഹീഹാകൂല. എന്ന് പറഞ്ഞാൽ ചാരി നിൽക്കാതെ തന്നെ നിസ്കരിക്കാൻ പറ്റുന്ന ആൾ അങ്ങനെ ചെയ്താൽ നിസ്കാരം സ്വഹീഹാകൂല.